മകരജ്യോതി അഥവാ സിറിയസ് നക്ഷത്രം രാത്രികാലങ്ങളിൽ നമ്മുടെ ആകാശത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന നക്ഷത്രമാണിത്. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം. ഇനിയും കാലങ്ങൾ കഴിയുന്തോറും ഈ നക്ഷത്രത്തിന്റെ തിളക്കം കൂടിക്കൂടി വരും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. നമ്മുടെ സൂര്യനേക്കാൾ വലിപ്പവും മാസവും കൂടിയ ഈ സിറിയസ് നക്ഷത്രം വർഷങ്ങൾ കഴിയുന്തോറും നമ്മുടെ സമീപത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാനിസ് മേജർ എന്ന നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന സിറിയസ് നക്ഷത്രം നമ്മൾ ഭൂമിയിൽ നിന്നും നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് പോലെ വെറുമൊരു നക്ഷത്രം മാത്രമല്ല എന്നതാണ് അത്ഭുതം. ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മകരജ്യോതിയെയാണ്. സിറിയസ് നക്ഷത്രം സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണിത്. സൗരയൂഥത്തിൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ്റെ അയൽക്കാരൻ എന്നറിയപ്പെടുന്ന നമ്മിൽ നിന്നും 4.2 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന പ്രോക്സിമ സെൻറ്റോറി എന്ന ചുവന്ന കുള്ളൻ നക്ഷത്രമാണെന്ന് നമുക്കറിയാം. ഈ പ്രോക്സിമ സെൻറ്റോറി സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഇരട്ടി ദൂരം, അതായത് 8.6 പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള ക്യാനിസ് മേജർ എന്ന നക്ഷത്ര സമൂഹത്തിനുള്ളിലാണ് സിറിയസ് നക്ഷത്രമുള്ളത്. തിരുവാതിര നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന ഓറിയോൺ നക്ഷത്ര സമൂഹത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ നക്ഷത്ര സമൂഹത്തിൻ്റെ സമീപത്ത് തന്നെയാണ് ക്യാനിസ് മേജർ എന്ന നക്ഷത്ര സമൂഹവും ഉള്ളത്. ഭൂമിയിൽ നിന്നും ഇത്രത്തോളം അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും ഈ നക്ഷത്രത്തിന് അത്രമാത്രം തിളക്കമുള്ളത് കൊണ്ടാണ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ നക്ഷത്രത്തെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ സൂര്യനേക്കാൾ ഒരുപാട് തിളക്കം കൂടുതലാണ് ഈ സിറിയസ് നക്ഷത്രത്തിന് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തിളങ്ങുന്നത് അല്ലെങ്കിൽ കത്തുന്നത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ സിറിയോസിൽ നിന്നുമാണ് സിറിയസ് എന്ന പേര് നക്ഷത്രത്തിന് ലഭിക്കുന്നത്. ഇത്രത്തോളം തിളക്കത്തിൽ നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് കാണുവാൻ സാധിക്കുന്ന ഈ നക്ഷത്രം യഥാർത്ഥത്തിൽ ഒറ്റ നക്ഷത്രമല്ല. സിറിയസ് എന്നത് ഒരു ബൈനറി സ്റ്റെല്ലാർ സിസ്റ്റമാണ്. ബൈനറി സ്റ്റെല്ലാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സിസ്റ്റം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഈ 2 നക്ഷത്രങ്ങളും അവയുടെ പൊതുഗുരുത്വാകർഷണ കേന്ദ്രത്തിന് ചുറ്റിലുമായി പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയസ് എ, സിറിയസ് ബി എന്നീ 2 നക്ഷത്രങ്ങളാണ് ഈ ബൈനറി സിസ്റ്റത്തിലുള്ളത്. ഈ 2 നക്ഷത്രങ്ങളും തമ്മിലുള്ള അകലം എന്നത് ഏകദേശം 460 കോടി കിലോമീറ്ററുകളോളം വരും. 460 കോടി കിലോമീറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹമായ യുറാനസ് വരെയുള്ള ദൂരം. ഈ 2 നക്ഷത്രങ്ങളും പരസ്പരം ഒരു തവണ വലം വെച്ച് വരുന്നതിന് ഭൂമിയിലെ 50 വർഷങ്ങൾ വേണ്ടിവരും. ഇന്നേ വരെ 2 നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹത്തെ പോലും നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുമില്ല. ഈ 2 നക്ഷത്രങ്ങളും നമ്മിൽ നിന്നും 8.6 പ്രകാശവർഷങ്ങൾക്ക് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഇന്ന് നമ്മൾ നമ്മുടെ ആകാശത്ത് കാണുന്നത് 8.5 വർഷങ്ങൾക്ക് മുൻപുള്ള സിറിയസ് നക്ഷത്രത്തെയാണ്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ സിറിയസ് നക്ഷത്രത്തിൻ്റെ മനോഹരമായ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ചിത്രത്തിൽ ഒരു വലിയ നക്ഷത്രത്തെയും വളരെ വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ നക്ഷത്രത്തെയും കാണുവാൻ സാധിക്കും. വലിപ്പം കൂടിയ നക്ഷത്രമാണ് സിറിയസ് എ, വലിപ്പം കുറഞ്ഞ ആ ചെറിയ നക്ഷത്രമാണ് സിറിയസ് ബി. ഇവ രണ്ടും ചേർന്ന് ഒരൊറ്റ നക്ഷത്രമായിട്ടാണ് ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. നക്ഷത്രങ്ങളെയെല്ലാം അവയുടെ താപനില ഏറ്റവും കൂടിയത് മുതൽ കുറഞ്ഞതുവരെ പല ക്ലാസ്സുകളായി തരം തിരിച്ചിട്ടുണ്ട്. O മുതൽ M വരെയാണ് ആ ക്ലാസ്സുകൾ. ഇതിൽ O ക്ലാസ്സിൽ ഏറ്റവും താപനില കൂടിയവയും M ക്ലാസ് ആകുമ്പോഴേക്കും ഏറ്റവും താപനില കുറഞ്ഞവയുമാണ്. ഇതിലെ ഓരോ ക്ലാസ്സിനുള്ളിലും താപനില കൂടിയത് മുതൽ കുറഞ്ഞതുവരെ വീണ്ടും 10 സബ് ക്ലാസ്സുകളായും തരം തിരിച്ചിട്ടുണ്ട്. താപനിലയുടെ വ്യത്യാസമനുസരിച്ച് ഓരോ ക്ലാസ്സിലുമുള്ള നക്ഷത്രങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. താപനില കൂടിയ നക്ഷത്രങ്ങളിൽ നിന്നും നീല നിറത്തിൽ ഊർജം കൂടിയ പ്രകാശമാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നക്ഷത്രങ്ങളെല്ലാം നീല നിറത്തിലുള്ള നക്ഷത്രങ്ങളായിരിക്കും. എന്നാൽ താപനില കുറഞ്ഞ നക്ഷത്രങ്ങളിൽ നിന്നും ഊർജം കുറഞ്ഞ ചുവന്ന നിറത്തിലുള്ള പ്രകാശങ്ങളായിരിക്കും പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നക്ഷത്രങ്ങളെല്ലാം ചുവന്ന നിറത്തിലുള്ള നക്ഷത്രങ്ങളുമാണ്. സിറിയസിലെ സിറിയസ് എ എന്ന നക്ഷത്രം സ്പെക്ട്രൽ ടൈപ്പ് A1 എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നീല നക്ഷത്രമാണ്. ഈ വലിയ നീല നക്ഷത്രത്തിന് സിറിയസ്, ദ ഡോഗ് സ്റ്റാർ, ആൽഫ ക്യാനിസ് മജോറിസ് എന്ന വേറെയും പേരുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. സൂര്യൻ്റെ പ്രകാശത്തേക്കാൾ 25.4 മടങ്ങ് തിളക്കം കൂടുതലാണ് ഈ നക്ഷത്രത്തിനുള്ളത്. ഈ സിറിയസ് എ എന്ന വലിയ നക്ഷത്രത്തിൻ്റെ വ്യാസം 23,81,000 കിലോമീറ്ററുകളാണ്. സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യനേക്കാളും 1.7% വലിപ്പം കൂടുതൽ.
സിറിയസ് എയുടെ ഉപരിതല താപനില സൂര്യനേക്കാൾ ഒരുപാട് കൂടുതലാണ്. സൂര്യൻ്റെ ഉപരിതല താപനില 5600 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ സിറിയസ് എയുടെ ഉപരിതലത്തിലെ താപനില എന്നത് 9000 ഡിഗ്രി സെൽഷ്യസോളമാണ്. എന്നാൽ ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നുമല്ല. ഇതിൻ്റെ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന അളവിലുള്ള ഇരുമ്പാണ്. മാത്രമല്ല, ഹീലിയത്തേക്കാൾ ഭാരം കൂടിയ മറ്റ് ധാരാളം മൂലകങ്ങളും ഈ നക്ഷത്രത്തിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും ഒരുപാടുണ്ട്. സിറിയസ് എയുടെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വളരെ വലിപ്പം കുറഞ്ഞ കുഞ്ഞൻ നക്ഷത്രമാണ് സിറിയസ് ബി. വളരെ വലിപ്പം കുറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയേക്കാളും ചെറുത്. സിറിയസ് ബി ഒരു വൈറ്റ് ഡ്വാർഫ് അഥവാ വെള്ളക്കുള്ളൻ നക്ഷത്രമാണ്. അതായത് 25 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് പിന്നീട് മരിച്ചുപോയ ഒരു നക്ഷത്രം. പക്ഷേ ഈ വൈറ്റ് ഡ്വാർഫിന് ഒരുപാട് സാന്ദ്രത കൂടുതലാണ്. അതായത് നമ്മുടെ സൂര്യൻ്റെ 98% കൂടുതൽ മാസ്. കൂടാതെ ഈ നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം എന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ലക്ഷക്കണക്കിന് മടങ്ങാണ്. ഈ ബൈനറി സിസ്റ്റത്തിലുള്ള 2 നക്ഷത്രങ്ങളെയും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും വിചിത്രമായിട്ടുള്ളത് ഇവയുടെ ഉപരിതലത്തിലെ താപനിലയാണ്. വലിയ നക്ഷത്രമായ സിറിയസ് എയുടെ ഉപരിതല താപനില 9000 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഭൂമിയേക്കാളും വലിപ്പം കുറഞ്ഞ ഈ കുഞ്ഞൻ നക്ഷത്രമായ സിറിയസ് ബിയുടെ ഉപരിതല താപനില ഏകദേശം 25000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമ്മൾ കാണുന്ന സിറിയസ് എന്ന നക്ഷത്രം 2 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൽ സിറിയസ് ബി എന്ന നക്ഷത്രം എങ്ങനെയായിരിക്കും ഒരു വെള്ളക്കുള്ളനായി മാറിയത്? മറ്റൊരു നക്ഷത്രം മരണമടഞ്ഞ ശേഷം രൂപം കൊണ്ട ഒരുപാട് പ്രകാശവർഷങ്ങളോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ നെബുലയിൽ നിന്നും ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയിൽ വാതകങ്ങളും പൊടിപടലങ്ങളും കൂടിച്ചേരുകയും അതിൽ ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങളെല്ലാം കേന്ദ്രഭാഗത്തേക്ക് ഒരുമിച്ച് കൂടുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി അവിടുത്തെ താപനില 10 മടങ്ങായി വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ പദാർത്ഥങ്ങളെല്ലാം കൂടിച്ചേർന്ന് പ്രോട്ടോസ്റ്റാറായി മാറും. ഒരു നക്ഷത്രം ജന്മമെടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള അവസ്ഥയാണിത്. വീണ്ടും വർഷങ്ങൾ കഴിയുന്തോറും ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയിൽ ഈ പ്രോട്ടോസ്റ്റാർ ചെറുതാവുകയും അതിനുള്ളിലെ താപനില വർദ്ധിക്കുകയും ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്യും. ഒരു നക്ഷത്രത്തിൻ്റെ ജീവിതചക്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഘട്ടത്തെ മെയിൻ സീക്വൻസ് എന്നാണ് പറയുന്നത്. ഫ്യൂഷൻ റിയാക്ഷനിൽ നിന്നും വരുന്ന ഊർജം ഈ നക്ഷത്രത്തെ നിരന്തരം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. എന്നാൽ നക്ഷത്രത്തിൻ്റെ ഉള്ളിലുള്ള ഗുരുത്വാകർഷണ ബലം ഇതിനെ അകത്തേക്ക് പിടിച്ച് വലിക്കുകയും ചെയ്യും. ഈ 2 ബലങ്ങളും സന്തുലിതമായി നിൽക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളെല്ലാം അതേപോലെ തന്നെ നിലനിൽക്കുന്നത്. ഓരോ നക്ഷത്രങ്ങളിലും അവയുടെ മാസുകൾക്കനുസരിച്ച് ഈ മെയിൻ സീക്വൻസിൻ്റെ ദൈർഘ്യം മാറിക്കൊണ്ടേയിരിക്കും. 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട നമ്മുടെ സൂര്യൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ സീക്വൻസ് എന്ന ഈ കാലഘട്ടത്തിലൂടെയാണ്. സൂര്യൻ്റെ മാസും വലിപ്പവും അനുസരിച്ച് ഇനിയും അടുത്ത ഒരു 500 കോടി വർഷക്കാലത്തോളം സൂര്യൻ ഇതേ ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകും. എന്നാൽ മെയിൻ സീക്വൻസ് എന്ന ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നക്ഷത്രത്തിൻ്റെ കോർ ഭാഗത്തുള്ള ഹൈഡ്രജൻ മുഴുവൻ ഹീലിയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതോടെ ഫ്യൂഷൻ റിയാക്ഷൻ അവസാനിക്കുകയും കോർ ഭാഗം ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയിൽ വീണ്ടും ചെറുതാകാൻ തുടങ്ങുകയും ചെയ്യും. ഇതിനുശേഷം കോറിന് പുറത്തുള്ള റേഡിയേഷൻ സോണിലെ ഹൈഡ്രജൻ മുഴുവൻ ഫ്യൂഷൻ റിയാക്ഷൻ സംഭവിച്ച് ഹീലിയമായി മാറാൻ തുടങ്ങും. അങ്ങനെ കോറിന് പുറത്തുള്ള ഊർജ്ജം മൂലം നക്ഷത്രത്തിൻ്റെ പുറംഭാഗം വലുതാകാൻ തുടങ്ങും. അങ്ങനെ നക്ഷത്രം ചുവന്ന ഭീമൻ നക്ഷത്രം അഥവാ റെഡ് ജെയിൻറ്റ് സ്റ്റാറായി മാറും. ഇത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ കോറിനുള്ളിലുള്ള ഹീലിയത്തിന് സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വരികയും ഹീലിയം മുഴുവൻ കട്ടികൂടിയ കാർബൺ ആറ്റങ്ങളായി മാറുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻ സോണിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് അവസാനിക്കുകയും നക്ഷത്രം ചെറുതാകാൻ തുടങ്ങുകയും അത് പഴയ വലിപ്പത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇതോടെ കോറിലെ ഹീലിയം മുഴുവൻ തീർന്ന് കോറിൻ്റെ പ്രവർത്തനം പരിപൂർണമായും അവസാനിക്കും. ഇതിനുശേഷം കോറിന് പുറത്തുള്ള ഹൈഡ്രജനിലും ഹീലിയത്തിലുമെല്ലാം ഫ്യൂഷൻ റിയാക്ഷൻ സംഭവിക്കും. അതിൻ്റെ ഫലമായി നക്ഷത്രം അമിത വേഗതയിൽ വീണ്ടും വലുതാകാൻ തുടങ്ങും. അങ്ങനെ വലുതായി ചുവന്ന അതിഭീമൻ നക്ഷത്രം അഥവാ റെഡ് സൂപ്പർ ജെയിൻറ്റ് സ്റ്റാറായി മാറും. ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നക്ഷത്രം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സൂര്യനേക്കാൾ 5 മുതൽ 20 മടങ്ങ് വരെ മാസ് കൂടിയ നക്ഷത്രങ്ങളാണെങ്കിൽ ഈ സമയത്ത് പൊട്ടിത്തെറിച്ച് സൂപ്പർനോവ സംഭവിക്കുകയും പുറംപാളി മുഴുവൻ ബഹിരാകാശത്തേക്ക് ചിതറിപ്പോവുകയും മിച്ചമുള്ള കോർ ഭാഗം ന്യൂട്രോൺ സ്റ്റാറായി മാറുകയും ചെയ്യും. സൂര്യനേക്കാൾ 20 മടങ്ങിലും കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ ഫ്യൂഷൻ റിയാക്ഷൻ അവസാനിക്കുന്നതോടെ
അതിശക്തമായ ഗുരുത്വാകർഷണ ബലം മൂലം നക്ഷത്രത്തിൻ്റെ കോർഭാഗം നിമിഷനേരങ്ങൾക്കുള്ളിൽ ചെറുതായി പോവുകയും അത് പിന്നീട് വലിയൊരു ബ്ലാക്ക് ഹോളായി മാറി പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സൂര്യനും സൂര്യനോട് സമാനമായ നക്ഷത്രങ്ങൾക്കും ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. റെഡ് സൂപ്പർ ജയൻ്റായി മാറിയ നക്ഷത്രത്തിൻ്റെ പുറംഭാഗം മുഴുവൻ കോറിൽ നിന്നും വേർപെട്ട് വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ വലിയ നെബുലയായി മാറും. അങ്ങനെ നെബുലയായി മാറിയ ശേഷം നക്ഷത്രത്തിൻ്റേതായി അവശേഷിക്കുന്നത് കോർഭാഗം മാത്രമാണ്. ഈ സമയത്തിനുള്ളിൽ ആ നക്ഷത്രത്തിൻ്റെ കോറ് വൈറ്റ് ഡ്വാർഫ് എന്ന വെള്ളക്കുള്ളനായി മാറിയിട്ടുണ്ടാകും. സിറിയസ് എ, സിറിയസ് ബി എന്നീ 2 നക്ഷത്രങ്ങളും ഏകദേശം സൂര്യൻ്റെ അതേ കാറ്റഗറിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 നക്ഷത്രങ്ങൾക്കും അന്ത്യം സംഭവിച്ച ശേഷം അവ വെള്ളക്കുള്ളനായി മാറും. ഇവയിൽ സിറിയസ് ബി എന്ന നക്ഷത്രം ഇന്നൊരു വെള്ളക്കുള്ളനാണ്. എന്നാൽ സിറിയസ് എ എന്ന നക്ഷത്രം അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടമായ മെയിൻ സീക്വൻസ് എന്ന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ 2 നക്ഷത്രങ്ങളും പരസ്പരം ഇത്രത്തോളം വ്യത്യസ്തങ്ങളായത്? സിറിയസ് ബി എന്ന നക്ഷത്രത്തിന് നമ്മുടെ സൂര്യനേക്കാളും 4 മടങ്ങിലും കൂടുതൽ മാസ് ഉണ്ടായിരുന്നു. ഈ നക്ഷത്രം ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപാണ് രൂപപ്പെട്ടത്. സൂര്യനേക്കാളും ഇത്രത്തോളം മാസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഈ നക്ഷത്രത്തിൻ്റെ ജീവിതം അവസാനിച്ചു പോയതും. അതായത് സൂര്യനേക്കാൾ 4 മടങ്ങ് മാസ് ഉള്ളത് കൊണ്ട് അതിൽ കൂടുതൽ മർദ്ദം അനുഭവപ്പെടും. അതിൻ്റെ ഫലമായി കൂടുതൽ ആറ്റങ്ങൾക്ക് വളരെ വേഗതയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് സംഭവിക്കുകയും നക്ഷത്രത്തിൻ്റെ ഇന്ധനം മുഴുവൻ വേഗം തീർന്നു പോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായി രൂപം കൊണ്ട് ഏകദേശം 12 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സിറിയസ് ബി എന്ന നക്ഷത്രത്തിന് അന്ത്യം സംഭവിച്ച് നമ്മൾ ഇന്ന് കാണുന്ന വൈറ്റ് ഡ്വാർഫ് അഥവാ വെള്ളക്കുള്ളനായി മാറി. എന്നാൽ സിറിയസ് എ എന്ന നക്ഷത്രത്തിന് സൂര്യൻ്റെ ഇരട്ടി മാസാണുള്ളത്, കൂടാതെ സൂര്യനേക്കാൾ വലിപ്പവും. ഇത് സിറിയസ് ബി എന്ന നക്ഷത്രവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ബിയുടെ പകുതി മാസ് മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിറിയസ് ബിയിൽ സംഭവിച്ചതിനേക്കാളും വളരെ പതിയെ മാത്രമേ ഈ നക്ഷത്രത്തിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ബിയേക്കാളും സിറിയസ് എയ്ക്ക് കൂടുതൽ ആയുസ്സുണ്ട്. എന്നാൽ നമ്മുടെ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സിറിയസ് എയുടെ ആയുസ് സൂര്യനേക്കാളും ഒരുപാട് കുറവാണ്. അടുത്ത 60,000 വർഷങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പ്രകാശം ഒരുപാട് കൂടി വരും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതിനുള്ള കാരണം ഈ നക്ഷത്രങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ കഴിയുന്തോറും സിറിയസ് എന്ന നക്ഷത്രം നമ്മുടെ ഭൂമിയുടെ സമീപത്തെത്തും. എന്നാൽ പിന്നീട് ഈ നക്ഷത്രം ഭൂമിയുടെ ദിശയിൽ നിന്നും അകന്ന് മറ്റൊരു ദിശയിലേക്ക് പോവുകയും ചെയ്യും. രാത്രിയിൽ നമ്മുടെ ആകാശത്ത് ഏറ്റവും തെളിച്ചത്തിൽ ഒരൊറ്റ നക്ഷത്രമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു വലിയ നക്ഷത്രത്തെയും അതിൻ്റെ കൂടെ മറ്റൊരു മരിച്ചുപോയ നക്ഷത്രത്തിൻ്റെ അവശിഷ്ടത്തെയും ചേർത്താണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള മകരജ്യോതി എന്ന ഈ സിറിയസ് നക്ഷത്രത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.